ആദ്യ രാത്രിയിൽ അരക്കെട്ട് തകർന്ന ഒരു കുഞ്ഞു കുട്ടി എങ്ങനെ വേർജിനിറ്റി ഇല്ലാതാക്കാം. ഇന്ന് നോർത്തിൽ പലയിടത്തും കന്യകത്വം തെളിയിക്കണം. ബ്രിട്ടീഷുകാരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത്. 1891 നടന്നൊരു സംഭവമാണ്. ആദ്യ രാത്രിയിൽ അരക്കെട്ട് തകർന്ന ഒരു ഒഡീഷക്കാരായിട്ടുള്ളൊരു പെൺകുട്ടി മരിച്ചു പോകുന്നതാണ്. നമുക്കറിയാം അന്നത്തെ കാലത്ത് ഈ ആദ്യ രാത്രിയിൽ ബ്ലഡ് കണ്ടാലേ പറ്റത്തുള്ളൂ. അതായത് ഷീറ്റിൽ ബ്ലഡ് കാണണം, അതായത് സ്ത്രീ കന്യകയാണ് എന്ന് തെളിയിക്കുക എന്നൊരു പ്രോസസ്സ്. അപ്പോൾ ഈ ഹസ്ബൻഡിന് അന്ന് തന്നെ ആദ്യ രാത്രി ആഘോഷിച്ചാലേ പറ്റത്തുള്ളൂ. അതാണെങ്കിൽ കുഞ്ഞല്ലേ, 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ കുട്ടി അരക്കെട്ട് തകർന്ന് മരിക്കുന്നത്. ഇയാൾക്ക് 35 വയസ്സുമാണുള്ളത്. അന്ന് ഈ ഒരു ഫുൽമണി എന്നാണ് ഈ കുട്ടിയുടെ പേര്. അന്ന് ഈ ന്യൂസ് കണ്ട് വിഷമിച്ചവർ നമ്മുടെ നാട്ടിലുള്ള രാജാക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും തന്നെ അല്ല, ബ്രിട്ടീഷുകാരായിരുന്നു. ഇത് കണ്ട് മനന്തൊന്ത് ബ്രിട്ടീഷുകാർ അവര് അവസാനം ഒരു ഏജ് കൺസെന്റ് ബില്ല് ഇങ്ങനെ പാസ്സാക്കുകയാണ്. അത് വയസ്സ് 10 നിന്ന് 12 മാറ്റുകയാണ് ചെയ്തത്. അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങള് വല്ലാതെ കൂടി നിന്നൊരു സമയമാണ്. അതവിടെ എന്താ പറയാ, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന്. അതെ, അങ്ങനെ ഒരു ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി വേർജിൻ അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. കുഞ്ഞു കുട്ടി എങ്ങനെ വേർജിനിറ്റി ഇല്ലാതാക്കാം. അതൊരു വല്ലാത്തൊരു ആചാരം തന്നെയായിരുന്നു അല്ലേ? അതെ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടും ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നോർത്തിൽ ഞാൻ അതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതും ഭയങ്കര ആഘോഷമാക്കുന്നതും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ഇതിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്ന് നോർത്തിൽ പലയിടത്തും കന്യകത്വം തെളിയിക്കണം, അതൊരു ആചാരം തന്നെയാണ്. ഇതിലിപ്പോ കുട്ടിയാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്നും സ്ത്രീകൾക്ക് കന്യകത്വം തെളിയിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെയാണ് പുരുഷന്റെയും തെളിയിക്കണം. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത്. നമ്മൾ അന്ന് ഇന്നിപ്പോൾ നമ്മൾ ഭയങ്കര രീതിയിൽ ഭയങ്കര സംഭവമാക്കിക്കൊണ്ട് നടക്കുന്ന ഈ ബാലഗംഗാധര തിലകൻ, അവര് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമത്തിന് എതിരായിരുന്നു. ശരിക്കും ഇതൊരു ഹിന്ദു മതത്തിനെ ആചാരത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തിലകൻ അടക്കമുള്ള ഇഷ്ടംപോലെ നേതാക്കള് ഇതിനെതിരെ ശരിക്കും പ്രവർത്തിച്ചിരുന്നു, അതിനെതിരെ സംസാരിച്ചിരുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയായിരുന്നു, സമരങ്ങൾ നടത്തി. മുസ്ലിംസും എതിരായിരുന്നു, ക്രിസ്ത്യാനികളും എതിരായിരുന്നു. അതായത് നമ്മുടെ സംസ്കാരം ബ്രിട്ടീഷുകാർ തകർക്കുന്നു എന്ന വാദത്തിലാണ് ഇവർ ഈ സമരം നടത്തിയത് എന്നുള്ളതാണ്. ഈ ഒരു ബാലഗംഗാധര തിലകം അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാലും അടങ്ങുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് നേതാക്കൾ ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സമരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന വാഴ്ത്തിപ്പാടുന്ന പലരും അന്ന് ഈ വക കാര്യങ്ങളിലൊക്കെ ബാക്ക്വേർഡ് ആയിരുന്നു. അതെ, ശരിക്കും സ്ത്രീകളുടെ ഉന്നമനത്തിനൊക്കെ ശരിക്കും അവരാരും പ്രവർത്തിച്ചിട്ടില്ല. അവരെ എപ്പോഴും അടിച്ചമർത്താനും അതുപോലുള്ള കാര്യങ്ങൾക്കും ഈ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു കാര്യം വന്നപ്പോ പോലും, അതായത് ആ കുട്ടി മരിച്ചു എന്നുള്ളൊരു റിയലൈസ് ചെയ്യുന്നില്ല. ആ കുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല അവിടെ ഇപ്പൊ മതം വ്രണപ്പെടുന്നു, സംസ്കാരം നശിക്കുന്നു എന്നുള്ളതായിരുന്നു വിഷയം. ഇവിടെ ഇതിപ്പോ സതി നിർത്തലാക്കിയപ്പോ സതിക്ക് വേണ്ടി ഇതേപോലെ പോരാടിയിരുന്നു, സതി നിർത്തലാക്കാൻ പോയപ്പോഴും. അപ്പൊ ബ്രിട്ടീഷുകാർ തോക്കെടുത്തപ്പോഴാണ് ഇവരൊക്കെ മാറിയത്. അതുപോലെ തന്നെ ഇതും തോക്കെടുത്തപ്പോ. അതെ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബില്ലിനെതിരായിട്ട് ഇവർ ഒരുപാട് സംസാരിച്ചു, പത്രങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് ഘോരം എഴുതി, എന്തൊക്കെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും അതുപോലെ എല്ലാം അവര് രീതിയിലൊക്കെ അവരെതിർത്തു. അതെ, ശരിക്കും അവരതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് നിന്നോണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ ബ്രിട്ടീഷുകാർ എല്ലാ ഇതിലെ പോലെ തന്നെ, ഈ സതിയുടെ കേസിലെ പോലെ തന്നെ ബ്രിട്ടീഷുകാര് പതിവ് പോലെ തോക്കെടുത്തപ്പോ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഇതൊന്നും കൂടാതെ 1829 സതി നിരോധന നിയമം, 1840 അടിമത്ത നിരോധന നിയമം, 1856 വിധവാ വിവാഹ നിയമം, 1891 ഏജ് ഓഫ് കൺസെന്റ് ബില്ല്, 1929 ദ ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻറ്റ് ആക്ട്, ഇതൊക്കെ ഈ മതമൗലികവാദികളോട് ഭയങ്കരമായിട്ട് പടപൊരുതിയിട്ട് ബ്രിട്ടീഷുകാർ നേടിയെടുത്ത നിയമങ്ങളാണ്. അതെ, ഇതൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ സ്ത്രീകളുടെ സാമൂഹിക നിലവാരം
മെച്ചപ്പെടുത്താനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ സതി എന്ന് പറയുന്ന കാര്യം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തീ ചാടി മരിക്കാം, അങ്ങനത്തെ ഒരുപാട് അനാചാരങ്ങളായിരുന്നു ഇതൊക്കെ. ഇവര് എന്താ പറയാ, ഈ മതവുമായിട്ട് കൂട്ടിക്കുഴച്ച് കുറെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് എതിരായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബ്രിട്ടീഷുകാരാണ് അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അതെ. സോ ഇതാണ് ഇതിന്റെ പിറകിലുള്ള സ്റ്റോറി. താങ്ക്സ്.